പക്ഷേ ഇപ്പോൾ ബാങ്കുകാർ വന്നെന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ സ്കൂളിൽ വന്നു ഒരു മേലധികാരികളെ കണ്ടു, വേണ്ടപ്പെട്ടവരെ കണ്ടു, ഇപ്പോൾ ഇവിടെ വന്ന് ഭാര്യയുടെ പേരിൽ എഴുത്തു കൊടുത്തു. ഇതെല്ലാം സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു കൃത്യമായിട്ട് അതിനൊരു നമുക്കതിനകത്തൊരു കൃത്യമായിട്ടൊരു പോംവഴി നിലവിൽ വന്നിട്ടില്ല. ഇനിയിപ്പം കോടതി ഇപ്പോൾ സ്റ്റേ മേടിക്കണമെങ്കിൽ പോലും പൈസ വക്കീലിനെ കാണണം, സ്റ്റേ മേടിക്കണം. അതും ഒരു 4-5 മാസത്തേക്കൊക്കെ അല്ലേ തരുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ അതിനിടയിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യങ്ങളോ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഈ പോസിറ്റീവ് സൈഡ് അല്ലേ എല്ലാവരും കാണുന്നുള്ളൂ. ചേട്ടൻ ആ ഒരു സൈഡ് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളാരോടും പ്രത്യേകിച്ച് അങ്ങനെ. ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിലും പെട്ടെന്ന് ഇവന് അവിടെ എറണാകുളത്തിന് അവർ വിളിച്ചപ്പോൾ ഒരു ചെരുപ്പില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ ചെരുപ്പ് മേടിക്കാൻ ആ സമയത്ത് ഞാൻ വേറൊരു സമയത്ത് നിൽക്കുമ്പം ഈ ചെരുപ്പില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ആ സമയത്ത് ഒരാൾ വന്നു, ഇവനെ അവിടുന്ന് ചെരുപ്പ് ഇവൻ്റെ സൈക്കിളില്ലെന്നും കണ്ട് പറഞ്ഞപ്പോൾ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആരാണ്ട് കണ്ടത് ഒരു ദുബായിലുള്ള ഒരാളും കണ്ട് ഇതിനൊരു സൈക്കിളല്ല വാച്ച്. ഞാൻ പറഞ്ഞ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ ഇവിടുന്ന് ആരോഗ്യം നമ്മളെ സന്തോഷിപ്പിക്കണം. ഒരാൾ പോലും നിരാശനാകാതിരിക്കാൻ നമ്മൾ 101% ഏത് രാത്രി വിളിച്ചെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ വളരെ ഇപ്പം ഞാനിവിടെ എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിളിക്കും, പിള്ളേരെ വിളിക്കും, പിന്നെ ഞങ്ങളിവിടെ അക്കത്തിക്ക് കളി, സാറ്റ് കളി, കണ്ണുകെട്ടി കളി, വടംവലി, ഈ പാളവലി. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് പോലും നമുക്കൊരു നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് കയറുന്നില്ല. മറിച്ച് ഈ ഒരു സംഭവം അത് വലിയ അത് നമുക്ക് ആ ഒരു പിടുത്തത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വലിയ അതാകുന്ന ഇപ്പം മിനിങ്ങാന്ന് ഞങ്ങൾ എറണാകുളം വൈറ്റില നിന്നപ്പം ഞാൻ ഇവരും കൂടെ നിന്നപ്പം കുറേ പേര് ആൾക്കാർ വന്ന് ഞങ്ങളെ വളഞ്ഞു. എന്നാണ്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കണം. അപ്പോൾ ട്രാഫിക്കിൽ നിന്ന് പോലീസുകാരൻ വന്ന് ചോദിച്ചു ഇവിടെ എന്നാ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പക്ഷെ നമുക്ക് അതിനോടൊരു പ്രോത്സാഹനമോ തൃപ്പൂണിത്തറ വണ്ടി ബ്ലോക്ക് ആയപ്പോൾ ഞങ്ങൾ പോയ വണ്ടി ബ്ലോക്ക് ആയപ്പം ഈ കടയിൽ നിന്ന് കോളേജ് പിള്ളേരെല്ലാം കൂടെ സ്റ്റാൻഡിൽ നിന്ന് പിന്നെ അവർ വണ്ടിയുടെ ചുറ്റും കൂടി ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങളെ രണ്ടുപേരും അത് എന്നെ ബാധിക്കുന്നില്ലായിരുന്നു. നമ്മൾ ചോദിച്ച് മറുപടി പറഞ്ഞു എന്നല്ലാതെ ഞാൻ വലിയ സ്റ്റാർ അങ്ങനത്തെ ഒരു രീതിയിലേക്ക്. കാരണം ഞാൻ 9 വർഷക്കാലം കൂലിപ്പണി ചെയ്തിട്ടാ ഇപ്പോഴും ഞാൻ പണിക്ക് സമയം കിട്ടുമ്പോൾ പണി കിട്ടുവാണെങ്കിൽ പണിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അടുത്തേക്ക് വരുന്ന ആൾക്കാരോട് ഞാൻ പറയേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യല്ല, ചുമ്മാ ഒരു സാധാരണക്കാരെ. അതിനപ്പുറത്തേക്ക് ഒരു ആരാധന മനോഭാവമോ അല്ലെങ്കിൽ എന്നാ അങ്ങനെ ഒരു ഹൈയോ ഞാൻ ചോദിക്കുന്നവരെല്ലാവരും പറയണ്ടേ. കാരണം ഇതില്ലെങ്കിൽ നാളെ ഒരു പക്ഷേ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. ഈ ലോകത്തിലൊരു ചെറിയ ജീവിതമുള്ളൂ, അതുകൊണ്ട് ഞാനിങ്ങനെ ആസ്വദിക്കുന്നില്ല. അപ്പം ഞാനത് അങ്ങനെ ഒരു വലിയൊരു മനോഭാവത്തിലേക്ക്. പക്ഷെ അതൊക്കെ വലിയ ജീവിതത്തിൽ വലിയൊരു മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നൊരു സാധാ രീതിയിലൂടെ പോന്നു. ആൽബികുഞ്ഞിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് വലുതാകും ഒരു ഫുട്ബോൾ കളിക്കാരനാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. ഞാൻ ഫുട്ബോളിലെ മെസ്സിയുടെ വലിയ കട്ട ഫാനാ. മെസ്സി എറണാകുളത്ത് വരുമ്പോ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം. അതെന്റെ വലിയൊരു ആഗ്രഹമാണ്. അല്ല, ഞാൻ ചേട്ടനോട് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് മുന്നേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എന്റെ ഉള്ളിൽ എനിക്കറിയില്ലായിരുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ ഭയങ്കര ഷോക്കായി പോയി ഇപ്പൊ ചേട്ടന്റെ ഒരു ബാക്ക് സ്റ്റോറി കേട്ടപ്പോഴേ. ചേട്ടൻ എന്നിട്ട് എങ്ങനെയാ ഇത്ര ഹാപ്പി ആയിരിക്കണേ? അത് ഞാൻ പറഞ്ഞ അതാണ്. അതിനിടയിലും നമ്മൾ ശൂന്യത ചില സമയങ്ങളിൽ നമ്മളെ വല്ലാതെ ഈ ആത്മഹത്യപരമായ രീതിയിൽ പോലും മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മൾ ഒരുപക്ഷെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പലപ്പോഴും അങ്ങനെ തോന്നൽ നമുക്കും ഉണ്ടാകാറുണ്ട്. കാരണം അത്രയും ഒരു ഇതിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പം പലരോടും പറഞ്ഞു, ഇപ്പം ഞാൻ മുമ്പേ നിങ്ങൾ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഞാൻ ചെന്ന് അവരോട് കയറി പറഞ്ഞിട്ട് ഞാൻ ഇപ്പം തിരിച്ചിവിടെ വരുന്നത്. പക്ഷെ ഞാനത് ഇവരോട് അങ്ങനെ പറയാം. പക്ഷേ ഒരു തവി ചോറേ ഉള്ളെങ്കിൽ പോലും ഈ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു ഭക്ഷണം കഴിക്കുക, അതാണ്. അപ്പം ഞാനെന്തെങ്കിലും തമാശ പറയും, അവൾ ചിരിക്കും, ഇവർ ചിരിക്കും. പിന്നെ ഇവിടെ 5-6 പൂച്ച, പട്ടി, അപ്പം മൃഗങ്ങളെ, ഇതെല്ലാവരും കൂടെ ആയിട്ടൊരു സമീപനം. അതിനകത്ത് നമ്മൾ ഒന്നിനെക്കുറിച്ചും അല്ലെ പണ്ടേ ഇപ്പോൾ കൂട്ടയാൽമുഖത്തി അങ്ങനെയൊക്കെ നമ്മൾക്ക് കേൾക്കാറുണ്ടല്ലോ. പക്ഷെ നമ്മൾ അത് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ വരുന്നത് എന്നതാണ് സ്വീകരിക്കാന്നൊരു. പക്ഷെ എന്നിരുന്നാലും ഞാൻ മൂലം അല്ലെ ഇവൻ മൂലം മറ്റാരൊക്കെയോ സന്തോഷിക്കുന്നു, അല്ല മറ്റാരെയൊക്കെയോ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നു. അത് ജീവിതത്തിൽ വലിയൊരു നേട്ടമാണെന്ന് ഞാൻ കരുതുന്നത്. ഒരു മനുഷ്യൻ സ്നേഹപൂർവ്വം പുഞ്ചിരിച്ച് കാണുമ്പോൾ അല്ല നമ്മൾ അസുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷം. അതുകൊണ്ട് അങ്ങനൊരു പ്രശ്നങ്ങൾ ഞങ്ങളെ നേരിടുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട്.
ചേട്ടന് ആദ്യമൊക്കെ വീഡിയോ ഇടുമ്പോ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് ഡാൻസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ കുറച്ച് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന്. അതിനുശേഷമാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു സീറോ മാൻ വിത്ത് സീറോ ഹേറ്റേഴ്സ് എന്നാണ് ചേട്ടനെ പറയുന്നത്. തങ്കപ്പെട്ട ഹൃദയമുള്ള ആളെന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അന്ന് ചെറുതായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. ഈ തുടങ്ങിയതിന്റെ ഒരു മാസം മുൻപ് നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരുത്തൻ അവൻ അതിൻ്റെ അടിയിൽ എഴുതിയ ആൽബിൻ കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ പൂവും എല്ലാം വെച്ച് പിന്നെ ഇതിനകത്ത് ഇടുവാൻ എപ്പോഴാണ് സംഭവം വീട്ടിൽ നിന്ന് എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു സന്ദീപ് എന്ന് പറഞ്ഞൊരു പാർട്ടി അവനോട് നമ്മൾ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവനോട് മോശമായ രീതിയിൽ പറയാനോ ഒന്നും പോയില്ല. അവൻ്റെ അത് ബ്ലോക്കാക്കാനോ ഒന്നും പോയില്ല. തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നീട് അത് ആരോ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ 10,000-കണക്കിന് ആൾക്കാരെ ഈ പുള്ളിയെ ക്രൂശിക്കുന്നതായിട്ട് കണ്ടു. ആരുടെ ഞങ്ങളുടെ ആൽബിൻ കുഞ്ഞിനെ ചെയ്തെന്ന് ചോദിച്ചുകൊണ്ടൊക്കെ. അതെ, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ അതിനിടയ്ക്ക്. പക്ഷെ നമ്മളങ്ങനെ ഞാനൊന്നും നോക്കാം. പക്ഷെ എനിക്കറിയാം ഒത്തിരി പേര് സന്തോഷിക്കുന്നുണ്ട്. അതായത് അല്ല ഈ പ്രഭാത വർഷം എന്നെ ഒത്തിരി പേരെ ടച്ച് ചെയ്തതായിട്ട് പലരും പല ഭാര്യമാർ പോലും പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീ ബിജാട്ട് ഞമ്മനോട് തന്നെ പ്രഭാത വർഷം കേട്ടു നിനക്ക് 2 കപ്പ രാവിലെ വേവിച്ച എന്നാ എന്നൊക്കെ ചോദിച്ചോ വീട്ടിൽ വഴക്കാന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടയിൽ നിന്ന് ഈ പൊടിമീൻ കുട്ടമീൻ എന്ന് പറഞ്ഞ മീനുണ്ട്. ആ മീൻ മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിനകത്തിട്ട് ചുട്ടു. ഈ ഈ ചാരത്തിനകത്തിട്ട് ഈ മീൻ ചൂടുകയാണ് നല്ലതാണ്. ചുട്ടേച്ച് ആ മീൻ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഈ കപ്പ വേവിച്ചിട്ട് ഈ മീൻ ഞുള്ളി രണ്ടുപേരും കൂടെ ഈ മീനും കപ്പയും കൂടെ വായിലോട്ട് വെച്ചു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു. ചേട്ടാ ഒന്നുകൂടി അടുപ്പിച്ചല്ലാവോ, ആ മീനൊന്ന് ചൂടാവോ, ചുട്ടിട്ട് എൻ്റെ പോലെ അങ്ങനെ ഒരു ബാല്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. 6-7 മക്കളുള്ള ഒരു കുടുംബത്തിലായിരുന്നു. അപ്പം മീന്തല, പല വീടുകളിലും മീൻ ദശയൊക്കെ മൂത്തർക്ക് കൊടുത്താലും ഇളയം കൊടുത്താലും ചിലപ്പോൾ മൂത്തർക്ക് തലയായിരിക്കും മീന്തല. ഇപ്പം മീന്തല പൂച്ചയ്ക്കൊക്കെ കൊടുക്കാറുള്ളൂ, അതും വെട്ടിയെ കൊടുക്കാറുള്ളൂ. പക്ഷേ നിങ്ങളതെങ്ങനെയാണ് ചാരത്തിനകത്തിട്ടത് ചുട്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒന്നുകൂടെ കാണിക്കാൻ വെച്ചിട്ടുണ്ടോ അനേകം പേര് വിളിച്ചു. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഈ അടക്കളയ്ക്കകത്ത് നിന്നുകൊണ്ട് ചെറിയൊരു സാധനം ചെയ്തത്, പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഭയങ്കര അനുഭവമായി മാറി. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ വീഡിയോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ പറഞ്ഞ നാട് മനോഹാരിത. എനിക്കും ഒരു വ്ളോഗ് ചാനലൊക്കെ ഉള്ളത്. പക്ഷെ ഞാനൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ചിന്തിക്കും ഒരു കണ്ടന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്ത ആളുകൾക്ക് ഇഷ്ടപ്പെടുവോ, അത് ചെയ്താൽ ഇഷ്ടപ്പെടുവോ. പക്ഷെ ചേട്ടന് അങ്ങനത്തുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ചേട്ടനൊക്കെ ഭയങ്കര ഒരു മാതൃക തരുന്ന പോലെയാണ്. എന്തും നമുക്ക് കണ്ടന്റ് ആക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു ജീവിതമാണ്, നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് ചേട്ടനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇല്ലായ്മയും എല്ലാം ചേട്ടൻ കാണിക്കുന്നുണ്ട് കണ്ടന്റ് ആയിട്ട്. അപ്പം അത് അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു റീസൺ എന്താണ്? ഇത് മതി നമ്മുടെ കണ്ടന്റ്, നമ്മുടെ ഡെയിലി ലൈഫ് ഇങ്ങനെ കണ്ടന്റ് ആക്കി കാണിക്കാൻ. ഞാൻ ഈ സ്കൂളിൽ ജോലി ഉണ്ടെങ്കിൽ പോലും ഇട സമയങ്ങളിൽ അല്ല ഒരു വർഷം കൂടുതലായിട്ട് ഞാൻ ഈ ക്യാൻസർ രോഗികളുടെ അവരെ സന്ദർശിക്കാൻ പോകും. ഞങ്ങൾ ഇവനെ ഇടയ്ക്ക് കൊണ്ടുപോകും. ഇവനെ മാസം ഒരെങ്കിലും ഒരു ആശുപത്രി കൊണ്ട് രോഗികളെ കൊണ്ട് കാണിക്കും. പിന്നെ കൂടുതലായിട്ട് ഞാൻ ജയിലുകൾ സന്ദർശിക്കുക. അതാർക്കും പരമാവധി ആളുകളില്ല. പരമാവധി ഞാൻ ഈ സബ് ജയിലുകൾ സൂപ്രണ്ടിനോട് അനുവാദം ചോദിച്ചു വരും. എന്നിട്ട് അവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു മിമിക്രി അവതരിപ്പിക്കും.